ജപ്പാൻ ട്രിപ്പിനെക്കാളും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു അമേരിക്കൻ ട്രിപ്പ്. കാരണം ഈ പണ്ടാര വിസ തിക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലം. അതിന് മാത്രം അമേരിക്കയിൽ എന്നാന്നൊന്ന് കാണണല്ലോ. അതിന് വേണ്ടി നമ്മൾ ആദ്യം പോയത് ലോവർ മൻഹാറ്റനിലേക്ക്. സ്റ്റാറ്റൻ ഐലൻഡിൽ നിന്ന് ഫെറി എടുത്ത് കഴിഞ്ഞാൽ ന്യൂജേഴ്സിയിൽ നിന്ന് നേരെ നമുക്ക് ന്യൂയോർക്ക് എത്താം. ഒരു 20-25 മിനിറ്റിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടുകൊണ്ട് നമുക്ക് ന്യൂയോർക്കിൽ എത്താം. ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫെറി റൈഡ് വെറും ഫ്രീ ആണ്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ അമേരിക്ക കാണാം എന്നതാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ലക്ഷ്യം. സിനിമയിലും എന്റെ ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കിന്റെ കവറിലും മാത്രം കണ്ടോണ്ടിരുന്ന ന്യൂയോർക്ക് മഹാനഗരം. ആടെയാണ് ഞാനിങ്ങനെ വിലസൊന്നും കണ്ണൂരിന്റെ പുറത്തു പോകില്ല എന്ന് വിചാരിച്ച് ഞാൻ അമേരിക്കയിൽ എത്തിക്കുമ്പോൾ വേണമെങ്കിൽ ഞാൻ വെറുതെ ഒരു മോട്ടിവേഷൻ വെറുതെ അങ്ങ് ചത്തു തൊലയാണ്ട് എങ്ങനെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറെ നാടല്ലെങ്കിൽ കാണാൻ പോവാ. അപ്പൊ നമുക്ക് നമ്മളെ പറ്റി കിട്ടുന്ന ഒരു ഫീലിംഗ്, അതൊരു വല്ലാത്ത ഫീലിംഗ്. അന്തമാതിരി ഒരു ഫീലിംഗോടും കൂടി നമ്മളിപ്പോ നടക്കുന്നത് വാൾ സ്ട്രീറ്റ്. അങ്ങനെ നടക്കുമ്പോണ്ട് കാണുന്നവരിൽ ഒരു ബുള്ളിനെ ബല്ലാണ്ട് ബുള്ളി ചെയ്യുന്നു. ആ കൂട്ടത്തിൽ നമ്മളും അങ്ങ് കൂടി. ഈ ചാർജിങ് ബുള്ളിന്റെ ബോൾസ് പിടിച്ചാൽ ഗുഡ് ലക്കും പൈസയും വരുന്നതാണ് ശാസ്ത്രം. അതില്ലാത്തതുകൊണ്ട് പൈസ വരാണ്ടിരിക്കണം. കാര്യം ഇവളൊരു അമേരിക്കക്കാരി ആണെങ്കിലും ഇവൾ ഇതുവരെ ന്യൂയോർക്ക് കണ്ടിട്ടില്ല. സോ ഇവളെ ആദ്യം ന്യൂയോർക്ക് കാണിച്ച എന്റെ ക്രെഡിറ്റും കൂടി നമ്മൾ ഇങ്ങോട്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്കാണ്. ഈ ബ്രിഡ്ജ് വെറും ഒരു ബ്രിഡ്ജ് അല്ല, ലോകത്തിലെ ആദ്യത്തെ സ്റ്റീൽ വയർ സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. 600 ആൾക്കാർ 14 കൊല്ലം പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് ഈ ബ്രിഡ്ജ്. 1883 ഈ പാലം ഓപ്പൺ ആയപ്പോ എല്ലാവർക്കും പേടിയാനും ഇത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട്. അതങ്ങനെയല്ലാന്ന് കാണിക്കാൻ 21 ആനകളെ ഇതിൽ കൂടെ നടത്തിച്ചെന്നാണ് കേൾക്കുന്നത്. പിന്നെ നമ്മൾ ഡംബോ പോയി സൺസെറ്റ് ആണ്. പേബിൾ ബീച്ചിൽ വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ നല്ല രസം. പോകുമ്പോൾ നമുക്ക് ബോണസ് ആയി ഫയർ വർക്ക്സും കിട്ടി. എന്താല്ലേ?